Okay, നമുക്ക് determinants class 2 പോകാം. In general, if A is equal to KB, where A and B are square matrices of order n, then determinant of A is equal to K raised to n into determinant of A. ഇത് മീൻ ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ. ഞാനൊരു ഉദാഹരണം വെച്ച് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പം എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്. സോറി, ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്. അതിനെ ഞാൻ 2b എന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. എ ഈസ് ഈക്വൽ ടു 2b. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 2 റേസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആയിരിക്കും. അപ്പൊ ഈ n എന്ന് പറഞ്ഞ സാധനം എന്താ? n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി മെട്രിക്സ് ആയിരിക്കും. ഓർഡർ ഓഫ് ദി മെട്രിക്സ്. അപ്പം ഡിറ്റർമിനൻസ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ക്വയർ മെട്രിക്സിനെയാണ് ഡീൽ ചെയ്യുന്നത്. 2x2, 3x3, 4x4 ഇതുപോലെയുള്ള സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്നിന്റെ ഓർഡർ എന്തായിരിക്കും എന്നതാണ് നോക്കുന്നത്. എന്നിന്റെ ഓർഡർ എന്തായിരിക്കും ഇവിടെ? എന്നിന്റെ ഓർഡർ ഇവിടെ സോറി, ക്വസ്റ്റ്യൻ അല്ല, ഇത് ജനറൽ ആയതുകൊണ്ട് എന്നിന്റെ ഓർഡർ നമുക്ക് തന്നെ. ഇപ്പൊ ഇതൊരു 2x2 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ എന്നിന്റെ ഓർഡർ n is equal to 2 ആയിരിക്കും. ഇതൊരു 3x3 മെട്രിക്സ് ആണെങ്കിൽ എന്നിന്റെ ഓർഡർ n 3 ആയിരിക്കും. ഇതൊരു 4x4 മെട്രിക്സ് ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 4 ആയിരിക്കും. ഓക്കെ, ഒരു ഉദാഹരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കി കൂടി മനസ്സിലാവും. സപ്പോസ് എ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് 2a is equal to 4 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. ഇവിടെ എന്നിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലാവും. n ഒരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് എന്നിന്റെ വാല്യൂ 2 ആയിരിക്കും, സംശയമില്ലല്ലോ. ഇനി നമുക്ക് ആദ്യമേ വേണ്ടത് LHS, ഇവിടെ നമുക്ക് RHS രണ്ടും ചെയ്ത് നോക്കാം. ആദ്യമേ ഡിറ്റർമിനന്റ് ഓഫ് 2a. ഡിറ്റർമിനന്റ് ഓഫ് 2a കാണണമെങ്കിൽ ആദ്യമേ 2a കാണണം. 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 4, 8, 4. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡിറ്റർമിനന്റ് ഓഫ് 2a. ഡിറ്റർമിനന്റ് ഓഫ് 2a എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് വിച്ച് ഇസ് ഈക്വൽ ടു 8 മൈനസ് 32 which is equal to മൈനസ് 24 എന്ന് വരും. RHSൽ ഉള്ളത് എന്താണ്? 4 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. ഇതിന് ആദ്യമേ ഡിറ്റർമിനന്റ് ഓഫ് എ അറിയണം. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 മൈനസ് 8 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 6. അപ്പോൾ 4 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 ഇൻറ്റു മൈനസ് 6 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 24. നമുക്ക് എന്ത് കിട്ടി? ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് കിട്ടി. മീൻസ് LHS is equal to RHS. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് 2a എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് 2a എന്ന് നിങ്ങളോട് ഒരു മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഡിറ്റർമിനന്റ് ഓഫ് 2a ഈസ് ഈക്വൽ ടു 2 റേസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a. അപ്പൊ n എന്താ? ഈ മെട്രിക്സിന്റെ ഓർഡർ. മെട്രിക്സിന്റെ ഓർഡർ 2x2 ആണെങ്കിൽ n-ന്റെ വാല്യൂ 2 ആണ്. അപ്പം 2 സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a, സോറി പെൻസൈഡ് പോയി, 2 square into determinant of a which is equal to 2 square പറഞ്ഞാൽ 4 into determinant of a. determinant of a അതാണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പെട്ടെന്ന്. അപ്പം ഇത് LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ പഠിച്ച ഇത് തന്നെയാണ്. ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് 3a is equal to 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a എന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇതൊരു 3x3 മെട്രിക്സ് ആണ്. 3x മെട്രിക്സ് പറഞ്ഞാൽ n-ന്റെ വില 3 ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് 3a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് 3 റേസ് ടു n. n-ന്റെ വാല്യൂ എന്താ? 3 റേസ് ടു 3 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a ആണ്. 3 റേസ് 3 എന്ന് പറഞ്ഞാൽ 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ശരി, LHS എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യമേ 3 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. അതിനാദ്യം 3 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 0 3 0 3 6 0 0 12 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് 3a അല്ലെ? ഡിറ്റർമിനന്റ് ഓഫ് 3a വാല്യൂ എന്ത് വരും? ഇത് 3, ഈ ഒരു കോളത്തിൽ മാക്സിമം 0 ഉള്ളതുകൊണ്ട് ഞാൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 ഇൻറ്റു 36 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 108 എന്ന് വരും. ഇനി RHS 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ചെയ്ത് നോക്കാം. 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്താ? എ ഡിറ്റർമിനന്റ് 1 എക്സ്പെൻഡ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 4 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 4. 27 ഇൻറ്റു 4 വിച്ച് ഇസ് ഈക്വൽ ടു 108. LHS ഈസ് ഈക്വൽ ടു RHS, ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഇതൊന്നും ചെയ്യാനില്ല. ഡിറ്റർമിനന്റ് ഓഫ് 4a എന്ന് പറഞ്ഞത് 3x3 മെട്രിക്സ് ആണ്. അപ്പൊ നമുക്കറിയാം n-ന്റെ വില 3 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് 4a എന്തായിരിക്കും?
4n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, അല്ലെങ്കിൽ 4n എന്താണ് 4³ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, അല്ലെങ്കിൽ 4³ ഇസിക്കൽ ടു 64 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. അടുത്തത് നോക്കാതെ തന്നെ പറയാൻ പറ്റും. 2/2 മെട്രിക്സ് ആണ്, എന്നിന്റെ വാല്യൂ 2. അപ്പം 9² ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, അല്ലെങ്കിൽ 9² എന്ന് പറയുമ്പോഴത്തേക്കും 81 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. ദാറ്റ് ഈസ് ആൻസർ. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ഥിരമായിട്ട് 1 മാർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തതായിട്ട് പറയേണ്ടത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ ഡിറ്റർമിനൻസ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് മോഡ്, മഞ്ഞ വര മോഡാണ്, മോഡ് ഡിറ്റർമിനന്റ് ഓഫ് x1y1 1, x2y2 1, x3y2 1. ഇവിടെ x1y1 എന്ന് പറയുന്നത് ആദ്യത്തെ കോർഡിനേറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ട്രയാങ്കിളിന്റെ വെർട്ടിക്സ്, x2y2 രണ്ടാമത്തെ വെർട്ടെക്സ്, x3y3 മൂന്നാമത്തെ വെർട്ടെക്സ്. അപ്പം ഇത് നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ ഒരു ഫോമുലയാണ്. ഈ ഒരു ഫോമുല എന്താ? 1/2 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് x1y1 1, x2y2 1, x3y3 1. ഓക്കെ, 2 തവണ മനസ്സിൽ പറഞ്ഞ് ഇപ്പം തന്നെ ഇത് കാണാൻ പഠിക്കുക. നമ്മൾ അടുത്തതായിട്ട് പ്രോബ്ലത്തിൽ ഇത് ഉപയോഗിക്കാൻ പോവാണ്. നോക്കിയേ, 3 കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ 3 ട്രയാങ്കിളിലെ വെർട്ടിസസ് തന്നിട്ടുണ്ട്. 3, 8, -4, 2, 5, 1. അപ്പം നേരെ നമുക്ക് നമ്മുടെ ഫോമുലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ്, നോക്കിക്കേ, 3, 8, 1, -4, 2, 1, 5, 1, 1. ഓക്കെ, ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ്, ഇത് ബ്രാക്കറ്റ് ഇടണം, കാരണം ഹാഫ് അവസാനമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഹാഫ് ഓഫ് 3 ഓരോ വാല്യൂസ് പ്ലസ് മൈനസ് പ്ലസ്, അപ്പം +3 ഇൻറ്റു റോയും കോളവും കളയുമ്പം 2 - 1 -8 ഇൻറ്റു റോയും കോളവും മറച്ചു പിടിക്കുക, ഈ റോയും ഈ കോളവും മറച്ചു പിടിക്കുക. അപ്പോൾ ബാക്കി വരുന്നത് എന്താ? 4 - 5. ഓക്കെ, +1 ഇൻറ്റു റോയും കോളവും മറച്ചു പിടിക്കുമ്പം ഇത്രയും വരും. എന്ത് വരും? -4 - 10 എന്ന് വരും അല്ലേ? -4 - 10. ശരി, നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്ത് വരുമെന്ന്? 1/2 ഇൻറ്റു, ഓക്കെ, 3 - 1, 3 -8 ഇൻറ്റു -9 വിച്ച് ഈസ് ഈക്വൽ ടു +72, അത് -14 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 75 - 14 വിച്ച് ഈസ് ഈക്വൽ ടു 61/2 സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, സപ്പോസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്കൊരു നെഗറ്റീവ് വാല്യൂ കിട്ടി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് -61 ആണ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ മോഡ് എടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഞാനിത് എഴുതി ഇരുന്നപ്പം ഞാൻ ഇവിടെ ഒരു മഞ്ഞ 2 വര ഇട്ടിരുന്നത്. കാരണം വെച്ചാൽ മോഡ് എടുക്കുന്നതിൻ്റെ കാര്യം, ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ, സ്പീഡ്, ഡിസ്റ്റൻസ്, ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് പറയത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റീസ് പോസിറ്റീവിന് മാത്രം പറയുന്നത്. നമ്മൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് -3 യൂണിറ്റ്സ് എന്ന് പറയാറുണ്ടോ? പറയാറില്ല. അപ്പം അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മോഡ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ വാല്യൂ 61/2 ആണെന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ശരി, ഇവിടെ നോക്കിയേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഇഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 4 സ്ക്വയർ യൂണിറ്റ്സ് ആൻഡ് ദി വെർട്ടിസസ് ആർ. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. 4 സ്ക്വയർ യൂണിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏരിയ മീൻസ് അതിന്റെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമുക്ക് ഫോർമുല അറിയാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് K01 401 021. ഓക്കെ, ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. അതാണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഏരിയ തന്നിട്ടുണ്ട്. എത്രയാ? 4 സ്ക്വയർ യൂണിറ്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഈ 2 ഞാൻ അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 2 അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 4 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, 4 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 8. അപ്പം ഡിറ്റർമിനന്റ് ഓഫ് K01 401 021 വിച്ച് ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. ഓക്കെ, ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ സെക്കൻഡ് കോളത്തിൽ ഞാൻ നോക്കിയപ്പോൾ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഉണ്ട്. അപ്പം അതിലൂടെ എനിക്ക് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പം അതെന്ത് വരും? പ്ലസ് മൈനസ് പ്ലസ്. അപ്പം ഇത് -2 ആയിരിക്കും. -2 ഇൻറ്റു
അതിന്റെ കറസ്പോണ്ടിങ് റോയും കോളവും കളയുമ്പം കെ ഇൻറ്റു 1 കെ മൈനസ് 4 കെ മൈനസ് 4 ഈസ് ഈക്വൽ ടു ഏരിയ എത്രയാണ് 8. ഓക്കെ, അപ്പൊ ഇതിനൊരു മോഡുണ്ട്. കാരണം എന്താ, നമ്മൾ പറഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അത്രയും വാല്യൂ നമ്മൾ മോഡിലിട്ടാണ് ചെയ്തത് അല്ലെ. അതിന്റെ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ. ഒരു നമ്പർ അല്ലെങ്കിൽ മോഡ് എക്സ് ഈസ് ഈക്വൽ ടു എ നമ്പർ എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സിന് 2 വാല്യൂ വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. +1 പഠിച്ച കാര്യം. മോഡ് എക്സ് ഈക്വൽ ടു എ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന് 2 വാല്യൂ വരും. ഒന്നാമത്തത് എക്സ് ഈക്വൽ ടു എ, രണ്ടാമത്തത് എന്താണ്, എക്സ് ഈക്വൽ ടു മൈനസ് എ. ഈ 2 കാര്യം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒന്ന് എക്സ് ഈക്വൽ ടു എ, രണ്ടാമത്തെ എക്സ് ഈക്വൽ ടു മൈനസ് എ എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു കെ മൈനസ് 4 ഇസ് ഈക്വൽ ടു 8 എന്നും, അടുത്തത് -2 ഇൻറ്റു കെ മൈനസ് 4 ഇസ് ഈക്വൽ ടു -8 എന്നും നമുക്കിവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. എന്ത് വരും ഇവിടെ, -2k പ്ലസ് 8 ഈസ് ഈക്വൽ ടു 8. 8 അപ്പുറത്തേക്ക് പോകുമ്പോൾ -8 ആവും. അപ്പോൾ -2k ഈസ് ഈക്വൽ ടു 8 - 8 0. കെയുടെ വാല്യൂ 0/-2 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. രണ്ടാമത്തെ വാല്യൂ നമുക്ക് നോക്കാം. ഇവിടെ എന്ത് വരും, -2k പ്ലസ് 8 ഈസ് ഈക്വൽ ടു -8. 8 അപ്പുറത്തേക്ക് പോകുമ്പോൾ -8 ആവും. അപ്പോൾ -2k ഈസ് ഈക്വൽ ടു -8. k ഈസ് ഈക്വൽ ടു എന്ത് വരും, സോറി 8 പ്ലസ് -8 -8 -8 തെറ്റിപ്പോയി, സോറി, -16. k ഈസ് ഈക്വൽ ടു -16/-2 അല്ലെ കെയുടെ വാല്യൂ 8 എന്ന് വരും. ഓക്കെ, അപ്പൊ കെക്ക് നമുക്കിവിടെ 2 വാല്യൂ കിട്ടി. എന്തൊക്കെയാ, k ഈസ് ഈക്വൽ ടു 0 ആൻഡ് k ഈസ് ഈക്വൽ ടു 8. ഓക്കെ, ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കണം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഏതായി ക്വസ്റ്റ്യൻ, ഇത് -2 0 0 4 0k. അപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ വരിക, കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ബൈ.